ഹൂതികൾ ഇസ്രായേലിന് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ തലസ്ഥാനമായ ടെലവിവിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൊന്നാണ് ബെൻ ഗുരിയോൺ. ഏറ്റവും ഒടുവിൽ എയർപോർട്ടിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ പതിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവച്ചിരുന്നു. പിന്നീട് സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തു. മിസൈൽ ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. മിസൈൽ വീണിടത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക വരുന്നതായും മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹിയ സാരി ടെലിഗ്രാമിലെ പ്രസ്താവനയിൽ പറഞ്ഞു. മിസൈൽ വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചെന്ന് യഹിയ സാരി അവകാശപ്പെട്ടു. സുരക്ഷിതമല്ലാത്ത ഇസ്രായേൽ വിമാനത്താവളം ഒഴിവാക്കണമെന്ന് ആഗോള എയർലൈനുകളോട് യഹിയ സാരി ആവശ്യപ്പെടുകയും ചെയ്തു. അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഗസയിൽ ഇസ്രായേലിൻ്റെ വംശഹത്യയെ ചെറുക്കുന്നതിനുമായാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ ടെലവിവിലേക്കുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. മെയ് 6 വരെയാണ് സർവീസ് നിർത്തലാക്കിയത്. ഡൽഹിയിൽ നിന്നും ടെലവിവിലേക്ക് പുറപ്പെട്ട വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. AI-139 എന്ന വിമാനമാണ് വഴിതിരിച്ചു വിട്ടത്. അബുദാബിയിൽ നിന്നും വിമാനം ഡൽഹിയിലേക്ക് തിരിക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് യാത്ര മറ്റൊരു ദിവസത്തേക്ക് പുനഃക്രമീകരിക്കുകയോ അല്ലെങ്കിൽ മുഴുവൻ തുകയും തിരിച്ചു നൽകുകയോ ചെയ്യും. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് പ്രധാനമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നു. യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിൻ്റെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപമാണ് പതിച്ചത്. ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായി. മാത്രമല്ല, ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവെച്ചതായും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. മിസൈൽ വീണ സ്ഥലത്ത് ഒരു ഗർത്തം രൂപപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമമായ ഹയാം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം. വീഡിയോയിൽ ഇസ്രായേലിലെ ഏറ്റവും പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു പാസഞ്ചർ ടെർമിനലിൽ പുകയുരുന്നതും കാണാം. യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ടെലവിവിലും രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും ആക്രമണ മുന്നറിയിപ്പിനുള്ള സൈറനുകൾ മുഴങ്ങി. യമനിൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് അമേരിക്ക. യമൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തുന്നതെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. യമനിൽ ആക്രമണം തുടരുമ്പോഴും ചെങ്കടലിൽ US-ൻ്റെ യുദ്ധക്കപ്പലിന് നേരെയും ഇസ്രായേൽ തലസ്ഥാനം ലക്ഷ്യമിട്ടും ഹൂതികൾ നിരന്തരം ആക്രമണം തുടരുന്നു. ഹൂതികൾക്ക് 2000 കിലോമീറ്റർ അകലെ നിന്ന് മിസൈൽ തൊടുത്തുവിടാനും ഇസ്രായേലിനെ ആക്രമിക്കാനും കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇസ്രായേലിനെതിരെ ഹൂതികൾ നടത്തുന്ന 4ാമത്തെ മിസൈൽ ആക്രമണമാണിത്.